4 ദശാബ്ദക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇടത് മുന്നണിയെ അട്ടിമറിച്ചുകൊണ്ട് വലിയൊരു വിജയം അവർ ബി ജെ പിയുടെ മുന്നണി NDA മുന്നണി അവിടെ നേടിയിരിക്കുന്നു. നാളെയാണ് അവിടെയെല്ലാം കേരളത്തിലെ കോർപ്പറേഷനുകളിലെ മുനിസിപ്പാലിറ്റികളിലൊക്കെ ഭരണാധികാരികൾ അധികാരമേൽക്കേണ്ട ദിവസം. പക്ഷേ ഈ ഒരു സമയം വരെ നമുക്കറിയുന്നില്ല തിരുവനന്തപുരത്ത് ആരായിരിക്കും മേയർ എന്നുള്ളത്. ഒന്നുകിൽ അത് രഹസ്യമായി, അതീവ രഹസ്യമായി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തർക്കം തുടരുന്നു. ഏതാണ് സത്യമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആകപ്പാടെ കേരളത്തിലെ പൊതുവെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏക തീരുമാനം ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂർ നിന്നാണ്. തൃശ്ശൂർ ഡോക്ടർ നിച്ചി ജസ്റ്റിൻ എന്ന് പറയുന്ന ഗൈനക്കോളജിസ്റ്റിനെ ഏകദേശം തീരുമാനമായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് BJPയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. ഞങ്ങൾ ഒരു സഭയുടെയും തിണ്ണ നിരങ്ങാൻ പോവുകയില്ലെന്ന് പറഞ്ഞ VD സതീശൻ തന്നെ ഈ മേയർ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരുന്നത് സഭകളുടെ തിണ്ണ നിരങ്ങിയും അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ടാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ചാഞ്ചല്യവും ഒരു ബാലിശതയും ഒക്കെ നമ്മൾ ഈ കൊച്ചി കോർപ്പറേഷനെ തെരഞ്ഞെടുപ്പിൽ സ്പഷ്ടമായിട്ട് കണ്ടു. ദീപ്തി മേരി വർഗീസ് എന്ന് നമ്മൾ തീർച്ചയാക്കി വെച്ചിരുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ 2 പേര് മാറി മാറി ഊഴം. അതുപോലെ തന്നെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊച്ചിയിലേത് നേരത്തെ തീരുമാനിച്ചു. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഒരു അപസ്വരം അവിടെ ഉണ്ടായി. അതായത് ഞങ്ങൾക്ക് വേണ്ട പരിഗണന തന്നില്ല. ഉടൻ തന്നെ തീരുമാനം മാറ്റി മുസ്ലിം ലീഗിൻ്റെ മേയറെ ആക്കി. എന്നിട്ട് ഊഴം വെപ്പ് എന്നുള്ള ഊഴം വെപ്പ് എന്നുള്ളത് അപകടമാണെന്ന് കർണാടകത്തിലെ സംസ്ഥാനത്തിൻ്റെ രീതി തന്നെ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. വീതം വെപ്പ് വലിയ അടിയായിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോകാനിടയാക്കിയതും വീതം വെപ്പാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? കലുഷിതമായിരിക്കുമോ? ജയിച്ചത് UDFന് വിനയായിട്ടുണ്ടോ? അതുപോലെ BJPക്കും വിനയായിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. BJPക്ക് വിനയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ BJP നമ്മളിപ്പം ഇവിടെ മാത്രമല്ല, ഇവിടുത്തെ തീരുമാനം എടുക്കാൻ സാധിക്കാത്ത, ഒരുപക്ഷെ അനൗൺസ് ചെയ്യാത്തത് BJP അത്തരത്തിലൊരു കേഡർ പാർട്ടിയാണ്. ഞങ്ങൾ ആ സമയത്ത് 26-ാം തീയതി പറഞ്ഞോളാമെന്ന് നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല നമ്മൾ ഡൽഹിയിലെയും അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് BJPയുടെ ആളിനെ തീരുമാനിക്കുന്നതിനകത്ത് ആരും അറിയാത്ത ഒരാൾ അവസാനം വരാൻ സാധ്യത. ഇപ്പൊ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ശ്രീലേഖ IPS, രണ്ടാമത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആര് VV രാജേഷ്, പിന്നെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ ചിലരുടെ പേരൊക്കെ പറയുന്നു. ഒരു പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് RSS ഉൾപ്പെടെയുള്ള അത്തരത്തിൽ സംഘടന ആരും വേണ്ട, ഇന്നാളെ തീരുമാനിക്കാൻ പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. BJPയുടെ ഒരു ശൈലി നമ്മൾ കേരളത്തിന് പുറത്ത് കാണുന്ന BJPക്കകത്താണ് അത്. പക്ഷേ ആ ശൈലിക്കകത്ത് നമ്മളെ BJP അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ആ വരുന്ന ആള് നമ്മൾ ഇതായിരുന്നു, ഇതാരുടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വിചാരിക്കും. പക്ഷെ വരുന്ന ആള് ഇരിക്കുന്നതിനെക്കാട്ടിൽ ദേശീയ പ്രസിഡന്റ് പോലെ അല്ല, ദേശീയ പ്രസിഡന്റ് പ്രഗത്ഭനായിരിക്കും. ദേശീയ പ്രസിഡന്റ് ഒക്കെ ആരുദ്ദേശിച്ചു? പലരും പേരെഴുതി കൈയുടെ കുഴയടിഞ്ഞല്ലാതെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് വന്നതല്ലാതെ. അപ്പം ഇത് BJPയുടെ. പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ രാജേന്ദ്ര സാർ പറഞ്ഞതുപോലെ, കോൺഗ്രസ് നന്നാവാനൊന്നും പോകുന്നില്ല. കാരണം സാറേ, ഈ നമ്മൾ പറയുമ്പോൾ എപ്പോൾ പറയുമ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അതിൻ്റെ ഒരു ലൈനുണ്ടാകും. CPMനെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞ എറണാകുളം മേയറെ തന്നെയാണല്ലോ പറയുന്നത്. എറണാകുളം മേയറെ നിങ്ങളൊന്ന് പരിശോധിക്കും. ഇപ്പം വന്നല്ലോ ദീപ്തി മേരിദാസ് മർത്തോമയല്ല യാക്കോബ, എനിക്കറിയത്തില്ല എന്തോ അല്ല, മറ്റേതല്ല, നായർ കല്യാണം കഴിച്ചെന്നോ ഈഴവൻ കല്യാണം കഴിച്ചെന്നോ അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നോ, ഈഴവ സ്ത്രീയെ ക്രിസ്ത്യാനി കല്യാണം കഴിച്ചുകൊണ്ട് അവരെ മേയറാക്കാൻ പറ്റും. അപ്പം ഈ രീതിയിലേക്കൊക്കെയുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ വിചാരിച്ചിട്ടു, അതിനകത്ത് നമ്മൾ എത്ര പറയുമ്പോഴും ഇവരൊക്കെ കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൊച്ചി മേയർ ആരായിരുന്നു സാറേ? അദ്ദേഹത്തിന്റെ പേരെന്തോ? അനിൽകുമാറിന്റെ ആദ്യം എനിക്കറിയത്തില്ല. സാറിനറിയോ? ആരും തിരക്കിയില്ല. കേരളത്തിലെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എല്ലാ മേയർമാർ ഓർത്തെടുത്തും ഉണ്ടായിട്ടുണ്ട്. ജാതിയൊക്കെ അടുത്തറിയാവുന്നവർക്ക് മാത്രം അറിയാം. ഒരിടത്തും ജാതി സമവാക്യമായിട്ട് ഒരു തിരുമേനിയും ചെന്നായിട്ട് നമുക്കറിയത്തില്ല. രഹസ്യമായിട്ട് വല്ല പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മുക്രിയും ചെന്നായിട്ട് അറിയത്തില്ല, ഒരു തന്ത്രിയും ചെന്നായിട്ട് അറിയാം. തന്ത്രിയല്ലല്ലോ, ഇതിൻ്റെ SNDPയുടെ നേതാവുണ്ട്, NSSന്റെ നേതാവുണ്ട്, പിന്നെ പുലിയർ മഹാസാവിന് ശ്രീകുമാറുണ്ട്. ഇങ്ങനെ പലരും ഉണ്ട്. തീരുമാനം UDF വരുമ്പോഴേ അവിടെയുള്ള തീരുമാനം വരും. മാത്രമല്ല മന്ത്രിസഭ വന്നല്ലോ, നായന്മാർ കാണും, ഈഴവ മുഖ്യമന്ത്രി കാണും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഈഴവനാണ്, അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ ഈ പറയുന്ന വെള്ളാപ്പള്ളി പറയുമ്പോഴും ബാക്കി അതിനകത്ത് ഒത്തിരി മന്ത്രിമാർ നായന്മാരാണെന്ന് അടക്കം പറയാൻ സുകുമാരൻ നായർക്ക് സാധിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ മന്ത്രി വന്നതായിട്ടോ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് CPM അതേ ലൈനിൽ വരണ്ടേ സാറേ? കോൺഗ്രസ് ഇത്രയും ആൾക്കാരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് അല്ലെങ്കിൽ അധികാരത്തിൽ വരുത്തി നിങ്ങളൊന്ന് ഭരിക്കുക, ഞങ്ങളൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഇതിനകത്ത് വല്ല കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ടായിരിക്കുമല്ലോ ജനത്തിൻ്റെ മാൻഡേറ്റ്. അന്നേരം അതായത് ഓരോരുത്തടത്തും തീരുമാനം താല്പര്യങ്ങൾക്കനുസരിച്ചാകുന്നു. ഒരു പക്ഷേ അവിടെ തീരുമാനിക്കുന്നത് ഇപ്പം ദീപ്തി മേരി വർഗീസിൻ്റെ ജനസമ്മതി ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവർ KPCC ജനറൽ സെക്രട്ടറി CPMനകത്താണെങ്കിൽ ആദ്യമേ അവരെ തീരുമാനിക്കും.
പാർട്ടിയുടെ ഏറ്റവും അങ്ങനെ നമുക്ക് സാറിന് അറിയാമല്ലോ, CPI യുടെ CPM-ന്റെ ആണെങ്കിൽ ജില്ലാ കമ്മിറ്റിയൊക്കെ മത്സരിക്കുന്നുണ്ട്, അവൻ്റെ ആദ്യമൊന്നുമില്ല, അയാൾ ജയിച്ചാൽ അയാളായിരിക്കും ഭൂരിപക്ഷം ഉണ്ടായി മന്ത്രി. അല്ലെങ്കിൽ ഇത് അവരില്ല, അവർ കണ്ട് എനിക്ക് അവരൊന്നും പറയുന്നില്ലെങ്കിൽ നിവർത്തിയുടെ അവരുടെ മുഖത്ത് നിന്ന് കാണുന്നത് ഞാൻ KPCC ജനറൽ സെക്രട്ടറി, പക്ഷേ എവിടെ പോയി എനിക്കൊന്നും കിട്ടിയില്ല. 2 ടേൺ തീരുമാനിച്ച് എപ്പോഴെങ്കിലും 1 ടേൺ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇത് വ്യാപകമായിട്ട് എല്ലായിടവും ചർച്ചയാകുന്നു. കോൺഗ്രസിൻ്റെ മറ്റു രാഷ്ട്രീയ പാർട്ടി ചർച്ചയാകുന്നു. BJPയുടെ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനമെല്ലാം ആഗ്രഹിക്കുന്നത്, എനിക്കൊന്ന് സാറും ഞാനും ശ്രീലേഖ വന്നാൽ കൊള്ളായിരിക്കും. പക്ഷേ അതിനകത്ത് കൊള്ളാമോ കൊള്ളത്തില്ലയോ, രാഷ്ട്രീയക്കാർ IAS IPS കാരെയൊക്കെ പലയിടത്തും തീരുമാനിച്ചത് മൊത്തം പരാജയം. സാറി പറഞ്ഞത് കണ്ണന്താനം, പണ്ടത്തെ കൃഷ്ണകുമാർ, അല്ലെങ്കിൽ പലരും. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രത്തിനകത്തിരിക്കുന്ന മന്ത്രിമാരൊന്നും പരാജയമല്ലേ, അല്ലെങ്കിൽ IFS കാരനും മറ്റേ ഇതുപോലെ വലിയ വലിയ കക്ഷികളെയൊക്കെ മോദി തീരുമാനിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അല്ല, കുഴപ്പം പുള്ളിയുടെ ശൈലി, അതൊക്കെ ഇദ്ദേഹം വേണമെങ്കിൽ മാറ്റട്ടെ. ഇപ്പൊ സാറിനൊരു ശൈലിക്കകത്ത് കുഴപ്പമുണ്ടെന്ന് സാറാ തിരിച്ചറിഞ്ഞ് മാറ്റണ്ടേ. എൻ്റെ കുഴപ്പമുണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു. സുരേഷ് ഗോപി ഇത് അലങ്കാരമായിട്ടും ആഡംബരമായിട്ടും കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇതിനകത്ത് തിരുവനന്തപുരം മേയർ BJPയുടെ ഒരു ശൈലി വെച്ച് ഒരു പക്ഷേ നാളെ തീരുമാനം വരുമ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ ശ്രീലേഖയും VV രാജേഷും പ്രതിപക്ഷ നേതാവ് ഗോപനും ഒന്നുമല്ലാത്ത ഒരാൾ വന്നുകൂടായികയില്ല. ഏതായാലും ആ തീരുമാനം ഇവിടെ തീരുമാനിക്കാൻ പറ്റുന്നില്ല. ആ തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, വെളിയിൽ വരാത്തത്, മാധ്യമങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ശ്രീലേഖയോ എന്ന് കൊടുക്കാൻ സാധിക്കുന്നത്, ആ തീരുമാനം ഏറ്റവും അവസാനം അമിത്ഷാ ഇങ്ങോട്ട് വിളിച്ചു പറയും ഇന്നാൾ മേയറാവട്ടെ, അല്ലെങ്കിൽ മേളിൽ നിന്ന് വരും. അതുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം വൈകുന്നത് എന്ന് വിചാരിക്കേണ്ടി വരും. അപ്പോൾ എന്നാ ദീപ്തി മേരി മാഷ്ക്ക് തോന്നുന്നുണ്ടോ ലതിക സുഭാഷിനെ പോലെ ശിരവും മുണ്ടനം ചെയ്തിട്ട് പാർട്ടി മാറാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് അതിൻ്റെ കാഴ്ചപ്പാട്? അല്ല, എനിക്ക് തോന്നുന്നില്ല. ദീപ്തി മേരി വർഗീസിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞൊക്കെ ശരിയാണ്. കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ ജാതി സമുദായ സമവാക്യങ്ങളെ ഭയപ്പെട്ടും അതിന് പ്രീതിപ്പെടുത്തിയും ഒക്കെ പോകുന്നൊരു മൂവ്മെൻ്റ് ആണല്ലോ അത്. ഇടതുപക്ഷം പോലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള മൂവ്മെൻ്റ് അല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എനിക്ക് തോന്നുന്നു ആ ഒരു അതിന്റെ അത്ര വിശുദ്ധമായ സ്വഭാവം അത്രയും വരുന്നില്ല, അതിലൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല സാറേ പറഞ്ഞ ദൂഷ്യങ്ങളൊക്കെ വല്ലപ്പോഴും ഈ മത സമുദായ സംഘടനകളോട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ദൂഷ്യമായി വന്നിട്ടുമുണ്ട്. ബെസ്റ്റ് എക്സാമ്പിളാണ് വീണ ജോർജ് മന്ത്രി. അപ്പോൾ അങ്ങനെ ഉദാഹരണങ്ങൾ എടുത്താൽ മതി. ആരോടൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, പാർട്ടിയുടെ രീതിശാസ്ത്രം വിട്ട് എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ CPM-ൽ ഈ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. പാർട്ടി രീതിയിൽ പ്രവർത്തിച്ച് വരുന്ന ഒരാൾക്ക് അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ഈ പ്രൊഫൈലാണ് നോക്കുക, അല്ലെങ്കിൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയും. ക്രെഡൻഷ്യൽ റിപ്പോർട്ട് എത്ര സംഘടനാ സംവിധാനങ്ങൾ വഹിച്ചിട്ടുണ്ട്, എത്ര വർഗബഹുജന സംഘടനകൾ, എത്ര സമരങ്ങൾ പങ്കെടുത്തു, എത്ര തവണ ജയിലിൽ പോയി, എത്ര അറസ്റ്റ് വരിച്ചു, ഇതൊക്കെയാണല്ലോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ. അതാണ് ഇടതുപക്ഷത്തിൻ്റെ രീതി. തിരിച്ചങ്ങനെയല്ല, UDF-ൽ അങ്ങനെ രീതി ഇല്ല. പിന്നെ UDF-ൽ ഇപ്പോൾ ഈ ദീപ്തിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് 2-3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഈ പറഞ്ഞ സമുദായം ഉണ്ടായിരിക്കാം. സമുദായത്തിൽ തന്നെയുള്ളൊരു പ്രശ്നം, ഒരാൾ ഈഴവനെ കല്യാണം കഴിച്ചതാണ്, മറ്റൊന്ന് ഈഴവൻ കെട്ടിയതാണ്. രണ്ടും ജാതി പറയാൻ പോയ ഭയങ്കര തമാശയാണ്. പക്ഷെ അതിനേക്കാളേറെ അവർക്ക് തെറ്റിയത് ഗ്രൂപ്പ് സമൂഹം. ഈ കോൺഗ്രസിനകത്ത് സാറേ എനിക്കറിയാം ഒരുപാട് പേര് രാഷ്ട്രീയം ഭാവി തൊലച്ചവർ. എന്താ കാര്യം എന്നറിയോ? ഈ ഗ്രൂപ്പ് രൂക്ഷമായി വരുമ്പോൾ ഒരു റോങ് സെലക്ഷൻ എടുക്കും. അയാളുടെ കൂടെ നിന്നാൽ രക്ഷപ്പെട്ടേക്കാമെന്ന് തോന്നും. ആ തോന്നൽ തെറ്റായിരിക്കും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ ദീപ്തിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ നിർണായകമായ ഘട്ടത്തിൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, ഈ വാർത്തകളിലൊക്കെ വരുന്നത് ശരിയാണെങ്കിൽ, സതീശൻ്റെ ഗ്രൂപ്പിലാണ് അത്രേ അവർ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ സതീശൻ്റെ ആളുണ്ടായിരുന്നത് നിയാസാണ്, ഈ പ്രതിനിധിയായിട്ട് തീരുമാനിക്കാനുണ്ടായിരുന്നത് DCC പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കൗൺസിലർമാരോട് നേർക്ക് നേരെ ഓരോരുത്തരോടായിട്ട് സംസാരിച്ച് തീരുമാനിക്കാം. അദ്ദേഹം അത് ഓർത്തിട്ടുണ്ടാവില്ല. കൗൺസിലർമാർ ദീപ്തിയുടെ പേര് പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ദീപ്തിമാരുടെ പേര് അധികം പേരൊന്നും പറഞ്ഞില്ല. 2-3 പേരെ പറഞ്ഞുള്ളൂ എന്നാ പറയാം. ദീപ്തിക്ക് പറ്റിയത് അതിന് പകരം VD സതീശൻ സ്ട്രോങ് ആയിട്ട് എറണാകുളം മേയറെ ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആള് നമ്മളെ KPCC സെക്രട്ടറിയാണ്, അവരെ അഖിലേന്ത്യാ സെക്രട്ടറി, AICC മെമ്പറാണ്. അങ്ങനെ ഒരു ഉയർന്ന ദേശീയ തലത്തിലുള്ള നേതാവ് ഉള്ള സ്ഥിതിക്ക് അവരെ എടുക്കണമെന്ന് VD സതീശൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല. കാരണം ഈ സമവാക്യങ്ങളെയൊക്കെ സതീശൻ ഭയപ്പെടുന്നുണ്ടാവണം. അതുകൊണ്ട് A ഗ്രൂപ്പും പറഞ്ഞു, I ഗ്രൂപ്പും പറഞ്ഞു, സതീശൻ്റെ നോമിനിയെ മാത്രം പറഞ്ഞില്ല. അതിന് പകരം അവർ വെച്ച സജഷനാണ് നമുക്ക് കൗൺസിലർമാരോട് ചോദിക്കുക. അതിലാണ് ദീപ്തി ഔട്ടാകുന്നത്. എനിക്ക് തോന്നുന്ന പുതിയ സാഹചര്യത്തിൽ ദീപ്തി ഇങ്ങനെ ഇപ്പോൾ പ്രക്ഷുബ്ധയായി വൈകാരികമായി പ്രതികരിച്ചിട്ടൊന്നും
അവരുടെ ഒരു ഭാവി കളയണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിയമസഭാ സീറ്റ് കൊടുക്കുന്നത് നിയമസഭാ സീറ്റ് കൊടുക്കാമൊന്ന്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾക്ക് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഇനി സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ 2029 നരേന്ദ്രമോദി രാജ്യത്ത് കൊണ്ടുവന്ന ഏറ്റവും വലിയ പരിഷ്കാരം അതാ. നമ്മൾ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, വനിതാ സംവരണ ബില്ല് ചർച്ച ചെയ്യാൻ പോകുമ്പോൾ എല്ലാ പാർട്ടി നേതാക്കന്മാരും പതുക്കെ മൂത്രമൊഴിക്കാൻ പോയി, എന്നിട്ട് ഒരിക്കലും വിജയിച്ചു പോയില്ല. പക്ഷേ മോദിക്ക് BJP ഒരു ഇച്ഛാശക്തി അതിൽ കാണിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഗുണം എന്താ, 2029 ശേഷം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് അല്ലേ, അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന 30 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ 50% വനിതാ സംവരണം ഉണ്ട്. അത് കഴിഞ്ഞ് 31 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ 140 MLA-മാരുണ്ടോ, 70 എണ്ണം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കണം. അതിൽ 50% അല്ല, ഇപ്പോ മൂന്നിലൊന്ന് 33%. അത് ഇനി കൂടും സാറേ, കൂടും. പഞ്ചായത്തിലും തുടങ്ങിയപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ, അത് കൂട്ടും, 50 ആക്കും. അപ്പൊ ഞാൻ പറയുന്നത്, അധികം വൈകാതെ കേരള നിയമസഭയിലേക്ക് 70 സ്ത്രീകളെ തെരഞ്ഞെടുത്തയക്കണം. അപ്പൊ സ്ഥാനാർത്ഥികളിലും തത്തുല്യമായ മാറ്റം വരുത്തേണ്ടി വരും. അപ്പൊ DTA പോലുള്ളവര് കഴിവ് തെളിയിച്ച രാഷ്ട്രീയ നേതാക്കന്മാരാണല്ലോ. അവരിപ്പോ തിരക്കിട്ടിട്ട് ഒരു കോലാഹലം ഉണ്ടാക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയാണ് ഞാൻ, എന്റെ പാർട്ടിയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന ഗുൽമാല് വർത്താനം പറയാതിരിക്കുക നല്ലത്. അവര് അങ്ങനെ പോകുന്നതായിരിക്കും നന്നാവുക. പിന്നെ അത് മാഷ കുറെ പേര് പ്രോത്സാഹിക്കുന്നുണ്ട്, പത്രങ്ങളും മീഡിയയും അതിന്റെ കീഴിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ഒരാളും എനിക്കറിയാം, ദീപ്തി മേരി വർഗീസ് പെട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു. പിന്നെ അവർക്ക് എതിരായി വന്നത് ഞാൻ കേട്ടത്, സതീശന് അവർക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാതെ പോയത് അവരുടെ ട്രാക്ക് റെക്കോർഡാണ്. അവർ മുൻകാലത്ത് എറണാകുളത്ത് തന്നെ സിമി റോസ്ബെൽ ജോൺ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവർക്കെതിരായി റബലായി നിന്നിട്ട് കോൺഗ്രസിന് 80% വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സീറ്റ് കളഞ്ഞു. എന്നിട്ട് LDF-ന് ആ സീറ്റ് നേടിക്കൊടുത്തതിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ വലിയൊരു ഇവരുടെ കളങ്കം ഇവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അത്ര സതീശൻ സ്ട്രോങ് ആയിട്ട് പറയാതെ. ആയിരുന്നില്ലേ, അവരെ തോൽപ്പിച്ചു. തോൽപ്പിച്ചു പറഞ്ഞാല് വളരെ കാലത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ടാവും. എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വാർത്ത അനുസരിച്ച് 2 മേയർമാരെ തെരഞ്ഞെടുത്തു. UDF തെരഞ്ഞെടുത്തല്ലോ. എറണാകുളത്ത് തീരുമാനമായി, തൃശ്ശൂരും തീരുമാനമായി. വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ രണ്ടിടത്ത് തീരുമാനം. പിന്നെ BJP-യുടെ കാര്യം എനിക്ക് തോന്നുന്നു തീരുമാനമായിരിക്കണം. BJP എപ്പോഴും ഞെട്ടിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. നിർണായകമായ പോസ്റ്റുകളിലേക്ക് നമ്മളെ ഈ മീഡിയക്ക് പണി കൊടുക്കുന്നവരാണ് BJP. എത്ര പേരെയാണ് എഴുതി കൂട്ടിയത്, അവരാവാം, ഇവരാവാം, അതാവാം, ഇതാവാം, ആ ജാതി ഈ ജാതി ഒക്കെ പറഞ്ഞ് ഒക്കെ എഴുതിക്കൊണ്ടേയിരിക്കും. നമ്മളെ മാക്സിമം എഴുതി തീരുമ്പോ ഇതൊന്നും അല്ലാത്തൊരു പേരുമായിട്ട് BJP-യുടെ കാര്യം എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് കേന്ദ്ര നേതൃത്വം തീരുമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പറയണ്ട, ലാസ്റ്റ് മിനിറ്റ് പ്രഖ്യാപിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പത്രക്കാർക്ക് സ്കൂപ്പും അതുപോലെ എക്സ്ക്ലൂസീവും കിട്ടാത്ത ഒരു സ്ഥാപനമല്ല BJP. അത് കിട്ടിക്കോട്ടെ, അവരവരെ പണി ചെയ്തോട്ടെ, മാക്സിമം ചെയ്യട്ടെ, തളരട്ടെ, വിയർക്കട്ടെ, നമ്മൾ നമ്മളെ പണി. അതായിരിക്കും അതിന്റെ കാരണം. LDF-ന് പക്ഷേ ഈ തീരുമാനത്തിലൊന്നും ബുദ്ധിമുട്ടുണ്ടായി. സിമി റോസ്ബെൽ ജോണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാൻ, സതീശന്റെ കടുത്ത ശത്രുവായിട്ട് അവരിപ്പം മാറിക്കൊണ്ട് സതീശനെ ചീത്ത വിളിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ നടക്കുകയാണ്. സിമി റോസ്ബെൽ ബാലജന സഖ്യത്തിൽ നിന്ന് വന്നാണ്, ACC മെമ്പറായിട്ട് ഉയർന്നതാണ്. പക്ഷേ അതൊന്നും പിന്നെ അവർ പാർട്ടി വിട്ടുപോയി. അതെ, പൂർപ്പിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അന്ന് ദീപ്തി മേരി വർഗീസിനെ മാറ്റി നിർത്തേണ്ടത് ഇപ്പൊ കൗൺസിലറായി വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്നിട്ട് മേയർ ആവാനുള്ള സാധ്യത ഉള്ളപ്പോഴല്ല, അന്ന് അച്ചടക്കം എടുക്കേണ്ടിയിരുന്നു. ഒക്കത്തില്ല സാറ് ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് അതാണ് ജോലിനെ തീർക്കാൻ പറഞ്ഞത്, അവരെ പറഞ്ഞു വിട്ട ആളുണ്ട്. അത് മനസ്സിലാക്കണം. ഇതിനുള്ള ധൈര്യം വരണമെങ്കിൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കണമെങ്കിൽ, അതിന് ധൈര്യം വരണമെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ ഒരു പ്രബലനുണ്ട്, നീ പോയിട്ട് വാ, ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം. ആ ആള് സംരക്ഷിച്ചിട്ടുണ്ട് അന്ന്. കോൺഗ്രസിന്റെ കാര്യം നമുക്കറിയാം, ഈ ഗ്രൂപ്പ്. തീർച്ചയായിട്ടും ഇതിലിപ്പോ ഈ നമ്മൾ ചർച്ചയുടെ ഒരു ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയും മതജാതി സമുദായ സംഘടനാ നേതാക്കളുടെ തിട്ടൂരത്തിനനുസരിച്ച് മേയർമാരെ നിശ്ചയിക്കരുത്. സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ വേണമെങ്കിൽ ഒരു വാർഡിലെ ഭൂരിപക്ഷമൊക്കെ നോക്കിയിട്ട് വെക്കുന്നതിൽ വലിയ കുറ്റം പറയാൻ വയ്യ, ജനാധിപത്യ സമൂഹത്തിൽ കുറ്റം പറയാൻ വയ്യ. പക്ഷേ അത് തീരുമാനിക്കുന്നത് പള്ളിയിലെ അച്ഛന്മാരും ഇമാമുമാരും പള്ളിയിലെ ഇമാമുമാരും ഒന്നും ആവരുത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് UDF-നുള്ള ഒരു പ്രധാനപ്പെട്ട താക്കീതാണ്. പക്ഷേ DCC പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഞാൻ കണ്ടു. ആര് പറഞ്ഞു, ഞങ്ങളൊരു സഭാ നേതൃത്വത്തെയും ബന്ധപ്പെട്ടിട്ടില്ല, അത് അവരുടെ പണിയല്ല, ഞങ്ങളുടെ പണിയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പറഞ്ഞാൽ പോരാ, ജനങ്ങൾക്ക് കൂടി തോന്നണം, ബോധ്യപ്പെടുത്തണം. അത് സംഭവമുണ്ട്. അതെ, എങ്കിൽ അത് നല്ലത്, അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ. പക്ഷേ സഭാ നേതൃത്വത്തിന് വശപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് വർഗീയതയിൽ കുറഞ്ഞ ഒന്നുമല്ല. തീർച്ചയായും.